ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മയുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അമ്മ ജനിച്ച് വളർന്ന നാട്, അമ്മ ജനിച്ച് വളർന്ന വീട് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. നമുക്കവിടെ കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാറ് പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതായി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെയിലാണ് കേട്ടോ. പുറത്ത് മഴയൊന്നും പെയ്യുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. പക്ഷേ രാത്രി മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പോകുന്നത് പിരപ്പങ്കോട്ടേക്കാണ് കേട്ടോ. പിരപ്പങ്കോടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ പിരപ്പങ്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വസ്തുവൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് പോവുകയാണേ. അപ്പോൾ അമ്മയുടെ അമ്മയും അമ്മാവനും ഒക്കെ അവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. പെരുപ്പങ്കോട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതാ ഭയങ്കര വെയിലാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഇരുന്നപ്പോൾ ആ റോഡിലേക്കൊന്നും നോക്കാൻ കൂടെ പറ്റുന്നില്ല, അത്രമാത്രം വെയിലാണ് കേട്ടോ. ഞാൻ അതിങ്ങനെ കാണിച്ചതാണ് കേട്ടോ, വെയിൽ കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ളത് കാണിച്ചതാണേ. അപ്പോൾ നമ്മൾ ഏകദേശം പെരുപ്പങ്കോട് എത്തിക്കഴിഞ്ഞു. പെരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീടും വസ്തുവൊക്കെ വരുന്നത്. ഈ കാണുന്ന കടമുറികളൊക്കെ ഞങ്ങൾക്ക് ഉള്ള കടമുറികളാണ് കേട്ടോ. ഞങ്ങൾക്കും അമ്മാവനും കൂടെ ഉള്ള കടമുറികളാണ് കേട്ടോ. ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുപ്പങ്കോട് അമ്മയുടെ സ്ഥലം. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ സ്റ്റാർ ഫ്രൂട്ടിനെ എന്താ പറയുന്നത്? നമ്മുടെ ഇവിടെയൊക്കെ ആനപ്പുളിഞ്ചിക്ക എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ആനപ്പുളിഞ്ചിക്ക എന്നൊക്കെയാണ് പറയുന്നത്. ഒത്തിരി ഉണ്ടേ, മുകളിലോട്ടൊന്നും ഉള്ളത് പറിക്കാൻ പറ്റില്ല. മുകളിലൊക്കെ ഒത്തിരി ഉണ്ടേ. അപ്പോൾ ഞാൻ എത്തുന്നതൊക്കെ പറിച്ചിങ്ങനെ എടുക്കുവാണ് കേട്ടോ. ചുമ്മാ ഉപ്പിലിടാനൊക്കെ കൊള്ളാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. ഇതാ പഴുത്ത ഒരെണ്ണം നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ പറിച്ചിങ്ങനെ എടുക്കുവാണ്. കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ, അതുകൊണ്ടാണ് അതിങ്ങനെ പറിച്ചെടുത്തത് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ ആനപ്പുളിഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താ ഇതിനെ പറയുന്നത്? വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് മ്യൂട്ടാക്കിയിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്തത്. ക്ലിയർ അല്ല കേട്ടോ. ഒത്തിരി മുകളിലോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് മാത്രമേ പറിച്ചുള്ളൂ. നമുക്ക് പറിക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പറിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിനൊക്കെ നിറച്ച് മുല്ല ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇപ്പം മുട്ട് വരുന്നതേ ഉള്ളൂ. പെരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അതും ഏപ്രിൽ മെയ് ആ ഒരു സമയത്താണ് ഇവിടുത്തെ ഉത്സവം. അപ്പോൾ സ്കൂൾ അടപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമൊക്കെ നമ്മളിവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിറച്ച് മുല്ലമൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ആ സമയത്ത്. അപ്പോൾ ഈ മുല്ലയൊക്കെ ഇങ്ങനെ പറിച്ച് തലയിൽ വെച്ചിട്ടൊക്കെയാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. ആ ഒരു ഓർമ്മകളൊക്കെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായേ. അപ്പോൾ ഇതാ ദക്ഷകുട്ടിയും മോശമോളെയും കൂടെ ഞാനിങ്ങനെ തറയിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കുവാണേ. അവർ പിന്നെ അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വന്നാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കൂടി ആയതുകൊണ്ട് പറമ്പ് മുഴുവനും കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അതാരെങ്കിലും കൊണ്ടുവന്ന് വൃത്തിയാക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറിച്ചിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കയും മാങ്ങയും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പെരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഭഗവാനെ കാണാതെ പോകാൻ പറ്റുമോ? അങ്ങനെ നമ്മളിതാ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.